ജീവിതത്തിന്റെ മേഖലകളിൽ അള്ളാഹുവിനെ കണ്ടറിയുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ജീവിതത്തിൽ വിജയിക്കണം, അള്ളാഹുവിനെ അറിയണം, പടച്ചു തമ്പുരാന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചു പോരുന്നവരാണ് നമ്മൾ എല്ലാവരും എന്ന് നമുക്കറിയാം. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതിനെല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നവരാണ് നമ്മൾ. എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പുണ്യമാന ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരരിൽപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ കാണുന്നത് വെറുപ്പ്, കേൾക്കുന്നത് വെറുപ്പ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവിടുത്തെ കള്ളനാണ്. അവിടുന്ന് ജീവിതത്തിൽ ഒരുപാട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ അവിടുന്ന് വല്ലാതെ അധിക്ഷേപിച്ചിരുന്നവരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. സത്യം പറഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടദാസനായി മാറി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് പ്രബോധനം നടത്തിയെന്നത് അറിഞ്ഞപ്പോൾ ഒരു പുതിയ മതവുമായിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവരെ, അറേബ്യൻ സമൂഹത്തിലൂടെ മക്കയിലൂടെ ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നുപോയ ഒരാളായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകരെ വധിക്കാനതാ പഠിച്ചവനെ തന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് പിടിച്ചുകൊണ്ട് ഓടുമ്പോ ആരോ കടന്നു വന്നുകൊണ്ട് പറയുന്ന, ഉമറേ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? നീ എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? അതാവിടെന്ന് പറയുന്നു, ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണ്. പുതിയ മതവുമായിട്ട് കടന്നു വന്ന മുഹമ്മദുണ്ടല്ലോ, ആ മുഹമ്മദിനെ വധിക്കാൻ ഞാൻ കടന്നു പോവുകയാണെന്ന് പറയുമ്പോൾ അതാവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുതിരയുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമറിനോട് അതാവിടുന്ന് പറയുന്നു, ഉമറേ, മുഹമ്മദിന്റെ തലയെടുക്കാൻ നീ പോകുന്നതിന്റെ മുമ്പ് നിന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമയതാ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ആ മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആദ്യം പോയിട്ട് നീ അവളെയല്ലേ ശിക്ഷിക്കേണ്ടത് എന്നതാ അവിടുന്ന് കടന്നു വന്നുകൊണ്ട് പറയുമ്പോ പഠിച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമാന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വാതിൽ മുട്ടുകയാണല്ലോ, അവിടെ നിന്ന് വാതിൽ തുറക്കുന്നില്ല. സഹോദരിയുടെ ഭർത്താവ് അവിടെ നിന്ന് അത്ഭുതപ്പെടുകയാണ്, അവിടെ നിന്ന് പേടിക്കുകയാണല്ലോ. കാരണം ആരാ പുറത്തു വന്നിട്ടുള്ളത്? അത് ഖത്താബിന്റെ മകൻ ഉമറാണല്ലോ. ഖത്താബിന്റെ മകൻ അവിടെ നിന്ന് ഉമറാണ് കടന്നു വന്നിട്ടുള്ളത്. എല്ലാവർക്കും കേൾക്കുന്നത് തന്നെ പേടിയാണ്. ഉമർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയമായിരുന്നു. ആ ഉമറാ പടച്ചവനെ കടന്നു വന്നിരിക്കുന്നത്. ഉമറിന്റെ മുമ്പിലെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ പടച്ചവനെ അവിടുന്ന് പ്രയാസമാണ്, വേദനയാണ് എന്നവിടുന്ന് ആലോചിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ, തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ പടച്ചുറപ്പെ ഫാത്തിമ പേടിക്കുകയാ, അവിടുന്ന് തന്റെ ഭർത്താവ് പേടിക്കുകയാണ്. ഖുർആന് പഠിപ്പിക്കാൻ വന്ന സ്വഹാബി തന്റെ പ്രിയമുള്ളവര് അവിടുന്ന് ഭയപ്പെടുകയാണ്. അല്ലാഹുവേ, വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി
ഓതിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് ഓതിയ ഒരു പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കേട്ടല്ലോ. പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കേട്ടല്ലോ. ആ ആയത്ത് കേട്ടുകൊണ്ട് പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാ മനസ്സിന് വല്ലാത്ത മാനസാന്തരം സംഭവിക്കുകയാണ്. എന്റെ അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹം ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഉമർ തങ്ങളതാ അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് ഓതിയിരുന്നതുണ്ടല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് ഓതുമോ? അത് ഒന്നും കൂടെ ഒന്ന് ഓതുമോ? അതെനിക്കൊന്ന് തരുവോ? അതാവിടുന്ന് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പടച്ചവനെ ഉമർ തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട മഹതിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അതാ സഹോദരി അവിടുന്ന് പറയുന്നു, ഉമറേ ഇത് നിന്റെ കയ്യിലേക്ക് തരണമെങ്കിലോ ഇസ്ലാമിലേക്ക് കടന്നു വരണം ഉമറേ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം ഉമറേ എന്നതാ അവിടെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്, വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് പറയുന്നു, ഫാത്തിമ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുമോ? ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുമോ? അതാ ഉമർ തങ്ങൾ നേരെ പടച്ചവനെ മദീനയിലോ മക്കയിലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ ഇങ്ങനെ നോക്കുമ്പോൾ സ്വഹാബത്ത് നോക്കുമ്പോ ആരാ കടന്നു വരുന്നതെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് നോക്കുമ്പോ ഉമർ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. അവിടെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഹംസ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, സിദ്ദീഖ് തങ്ങളുണ്ട്, എല്ലാ സ്വഹാബത്തും ഉണ്ട്. അവരിങ്ങനെ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഉമർ വരുന്ന വിവരം അറിഞ്ഞപ്പോ, കാരണം എന്താ, ഉമർ എന്ന് കേട്ട മക്ക വിറക്കുമായിരുന്നു. ആ ഉമർ എന്ന് കേട്ട് കഴിഞ്ഞാ എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തന്റെ കരച്ചിൽ നിർത്തിയിട്ട് പടച്ചവനെ അവിടുന്ന് അവര് മിണ്ടാതിരിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത കുട്ടികളോട് ഉമർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പടച്ചവനെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പടച്ചവനെ ആ നാട്ടിലെ പെണ്ണുങ്ങൾ ആരും അതിലൂടെ കടന്നു പോകാറില്ല. എല്ലാവർക്കും വല്ലാത്ത പേടിയായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ പടച്ചവനെ എല്ലാവരും പേടിക്കുകയാണ്. അവിടുന്ന് എല്ലാവരും വല്ലാതെ പേടിക്കുകയാണ്. അതാവിടുന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ വന്ന റസൂലുള്ളാഹിന്റെ തലയെടുക്കാനെങ്ങാനും നിന്നാൽ പടച്ചവനെ തിളച്ച വെള്ളവുമായിട്ട് മഹാനായ ബിലാൽ തങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഊരിപ്പിടിച്ച വാളുമായിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബിയുടെ കവാടത്തിലെത്തി. അതാവിടുന്ന് ഉമർ തങ്ങളോട് ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമറേ ഇസ്ലാം സ്വീകരിച്ചിട്ട് പോകാനാണെങ്കിലോ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാം ഉമറേ. അല്ല ഇവിടെ മുഹമ്മദിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയെടുക്കാനാണ് നീ കടന്നു വന്നതെങ്കിലോ ജീവനോടെ നീ ഇവിടുന്ന് പോകൂല ഉമറേ. നിന്റെ തല ഈ വാളിൽ ഞാൻ ഊരിയെടുക്കുമെന്ന് അതാ പടച്ച റബ്ബേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പടച്ചവനെ ഹംസ റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാൾ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്,
അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹംസ, ഞാൻ വന്നത് മുഹമ്മദ് നബി ആക്രമിക്കാനല്ല, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനാണ്. അതാ പടച്ച റബ്ബേ അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പറയുകയാണ്. പടച്ച റബ്ബേ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹംസ, ആ ഒരു സമയത്ത് എങ്ങനെയാണ് നീക്കത് പറയാനുള്ള ധൈര്യം വന്നത്? നിന്റെ തലയെടുക്കുമെന്ന് പറയാനുള്ള ധൈര്യം എങ്ങനെയാ കടന്നു വന്നത്? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ഹംസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഉമറേ, ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് റസൂലുള്ളാഹിയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. അതുകൊണ്ട് പടച്ചവനെ, ദുനിയാവല്ല ലക്ഷ്യമുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ വിഷമങ്ങൾ വന്നാലും കടങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും ഹൃദയത്തിനകത്ത് പടച്ചു തമ്പുരാനുണ്ടോ? എത്ര വലിയ പേടി വന്നാലും എന്ത് വന്നാലും ഹൃദയത്തിനകത്ത് അല്ലാഹുണ്ടോ, റസൂലുള്ളാഹിയുണ്ടോ? പേടിക്കല്ല. അല്ലാഹും അവന്റെ പ്രവാചകനും എങ്ങാനും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറിയാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഹൃദയത്തിനകത്ത് പിന്നെ പടച്ചു തമ്പുരാനാണ്. പിന്നെ നമ്മുടെ കൈയല്ലയാണ്, നമ്മുടെ കാലല്ലയാണ്, നമ്മുടെ ചിന്തല്ലയാണ്, എല്ലാം പിന്നെ അല്ലയായിട്ട് മാറുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞല്ലോ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് നീ ഉപദേശം നടത്ത്, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, പ്രവാചകന്മാരെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്ക് എന്നവിടുന്ന് പടച്ചവനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പ്രബോധനം നടത്താൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുമ്പോ പടച്ചവനെ, മൂസാ നബിയും ഹാറൂൻ നബിയും കടന്നു വന്നല്ലോ. അവിടുന്ന് പ്രബോധനം നടത്തുമ്പോ ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔൻ അധികാരത്തിന്റെ കസേരയിലിരിക്കുമ്പോ പടച്ചവനെ, അല്ലാഹുവേ ഒരുപാട് മുഅ്ജിസത്ത് കാട്ടുമ്പോ അതാ അവിടുന്ന് പറയുകയാണ്, ഇതിനേക്കാളും വലുതെല്ലാം ഞാൻ കാണിക്കുമല്ലോ, ഇതിനേക്കാളും വലുത് കാണിക്കുന്ന ആളുകൾ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ഫിർഔനതാ തന്റെ ആളുകളെ തന്നെ മാരണം ചെയ്യുന്നവരെ മുഴുവനും നിർത്തിയിട്ട് അവിടുന്ന് തന്റെ കയ്യിലുള്ള പാമ്പുകളെ നിലത്തിടുന്നുണ്ട്, കയറുകൾ നിലത്തിടുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് പാമ്പുകളായിട്ട് തേളുകളായിട്ട് പടച്ചവനെ മാറുമ്പോ അല്ലാഹ് പറയുകയാ, മൂസാ നിന്റെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, ആ വടിയങ്ങ് താഴെയിടും. മൂസാ നബി തന്റെ കയ്യിലുള്ള വടിയങ്ങ് താഴേക്കിട്ടു. പടച്ചവനെ, ആ കാണുന്ന സർപ്പങ്ങളുണ്ടല്ലോ, തന്റെ മുമ്പിലൂടെ പടച്ചവനെ ഫിർഔനിന്റെ കിങ്കരന്മാര്, ഫിർഔനിന്റെ കൊട്ടാരത്തിലുള്ളവർ മുഴുവനും വെട്ടിരിക്കുന്ന ആ കയറുകളെ മുഴുവനും പടച്ചവനെ മൂസാ നബിയുടെ വടിയതാ ആ വലിയ ഭീമാകാരമായ സർപ്പമായി മാറിയിട്ട് എല്ലാത്തിനെയും അവിടുന്ന് പിടിച്ചു തിന്നുകയാണ്. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവിടെ വെച്ചിട്ട് മൂസാ നബിയുടെ കയ്യെ പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അവിടുന്ന് ഫിർഔൻ അവിടുന്ന് പറയുകയാ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോ, നിങ്ങളെ ഞാൻ വധിക്കുമെന്ന് പറയുമ്പോ പടച്ചവനെ ഫിർഔനിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പാപങ്ങളായി ജനങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇവര് പറയുകയാണ്, ഫിർഔനേ, ഏറി വന്നാ നീ ഞങ്ങളെ കൊല്ലുമെടാ, ഞങ്ങളുടെ കൈകാലുകൾ വെട്ടുമെടാ, നീ ഞങ്ങളെ ഉപദ്രവിക്കും, അല്ലാതെ കൂടുതലായിട്ട് നിന്നെ കൊണ്ട് ഞങ്ങളെ ഒന്നും തന്നെ
ചെയ്യാൻ കഴിയില്ല. പരലോകമുണ്ടല്ലോ, അള്ളാന്റെ പരലോകമുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ പകരം ചോദിക്കുമെന്ന് അതാ ഫിർഔനിനോട് അവിടുന്ന് തന്റെ ജനത പറയുമ്പോ, പടച്ചവനെ എവിടെന്നാ ധൈര്യം വന്നത്? നിമിഷങ്ങൾ, സെക്കൻഡുകൾ, മിനിറ്റുകൾക്ക് അപ്പുറം തന്റെ ഫിർഔനിന്റെ കാൽക്കീഴിൽ നിന്നവരാണ്. ഫിർഔന് പറയുന്നത് അനുസരിച്ച ആളുകളാണ്. നിമിഷ നേരം കൊണ്ട് പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹൃദയത്തിൽ അള്ളയായി മൂസാ നബിയുടെ സ്നേഹങ്ങൾ കടന്നു വന്നു. മൂസാ നബിയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങൾ പടച്ചറബ്ബെ വിജയിക്കുകയാണ്. അതാ കൊട്ടാരത്തിൽ വെച്ചിട്ട് അവരെ വധിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ധൈര്യത്തോടെ നിന്ന് കൊടുത്തു. ധൈര്യത്തോടെ നിന്ന് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, പേർഷ്യക്കാരോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ അതാവിടുന്ന് തന്റെ യുദ്ധത്തിന് വേണ്ടി തന്റെ എതിരാളികളായി കടന്നു വരുന്ന പേർഷ്യക്കാര് അതാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കത്ത് കൊടുക്കുകയാണ്. എന്തേ കത്തിലുള്ളതെന്നറിയോ? ഖാലിദേ, നീ പിന്മാറണം. ഖാലിദേ, ഞങ്ങളുടെ സംഘം വല്ലാത്ത വലുതാണ്, ഞങ്ങൾ വല്ലാത്ത വലുതാണ്, അതുകൊണ്ട് നീ പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ പടച്ചവനെ, ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് മരിക്കാൻ പേടിയാണടാ. അവര് പറയാൻ, നീ പരാജയപ്പെട്ടു പോകും ഖാലിദേ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഇസ്ലാമില് പേർഷ്യക്കാരുടെ ശത്രുക്കളോട്, എന്റെ പ്രിയമുള്ളവരെ, പേർഷ്യക്കാരായ ശത്രുക്കൾ യുദ്ധത്തിന്റെ പോയി അവിടെ നിന്ന് പേർഷ്യക്കാരായ ആളുകൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതി. ആ കത്തിലുള്ളത് എന്താ? ഖാലിദേ, നീ പിന്മാറണം, കാരണം നിന്റെ അടുത്തുള്ള ആളുകൾ കുറവാ, നീ എന്തായാലും പരാജയപ്പെട്ടു പോകും. ഇതവിടുന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട്, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പേർഷ്യക്കാരുടെ നേതാവ് അവിടുന്ന് പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിനക്ക് മരിക്കാൻ പേടിയാണ്, നിനക്ക് മരിക്കാൻ പേടിയാ, നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയില്ല, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. നിനക്ക് മരിക്കാൻ പേടിയുണ്ട്, നിനക്ക് ജീവിക്കാൻ കൊതിയാണ് എന്നാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. എന്താ പറഞ്ഞ? നിങ്ങൾക്ക് മരിക്കാൻ പേടിയാണ്, ജീവിക്കാൻ കൊതിയുണ്ട്. ഞങ്ങൾക്ക് മരിക്കാൻ കൊതിയാണ്, ജീവിക്കാൻ ഞങ്ങൾക്ക് കൊതിയില്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? നമുക്കൊരു പ്രയാസം വരുമ്പത്തേക്ക്, വിഷമങ്ങൾ വരുമ്പത്തേക്ക്, പടച്ചവനെ ഉസ്താദേ വല്ലാത്ത പ്രയാസമാണ്, ജീവിതം വരെ അവസാനിപ്പിച്ചെങ്കിലെന്ന് വിചാരിച്ചു പോവുകയാണ് എന്നവിടുന്ന് പറയുന്ന ഉമ്മ, ജീവിതത്തിൽ എപ്പോഴും ദുരന്തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാപ്പ, ഒന്ന് മനസ്സിലാക്കൂ, ഹൃദയത്തിൽ പടച്ച തമ്പുരാനോടുള്ള ബന്ധങ്ങളില്ലേ? നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മ അള്ളയില്ലേ? അതുകൊണ്ടാണ് നമുക്ക് പേടി വരുന്നത്. അള്ളയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പേടി വരുന്നത്. ആ പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പേടിയുണ്ടാകൂല. റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെങ്ങാനും അവര് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്ക് പേടിയില്ല, നമുക്ക് പിന്നെ ഭയമില്ല. പല ഉമ്മമാരും പറയാണ്, ഉസ്താദേ വല്ലാത്ത പ്രയാസമാണ്, ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാൻ, രോഗമാണ്, കടമാണ്, ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ചിന്തിച്ചു പോകുകയാണ്, ഒന്ന് ആഗ്രഹിച്ചു പോകാൻ പറയുന്ന ആളുകളുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് എന്ത് നേടാനാ? നമുക്ക് പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ അല്ലാഹു തആല ഇതെല്ലാം നൽകുന്നത്? ഇതെല്ലാം അല്ലാഹു തആല നൽകുന്നത് എന്തിനാ? എന്റെ പ്രിയമുള്ളവരെ, നമ്മെ അല്ലാഹു തആല പരീക്ഷിക്കാൻ. പല രൂപത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കുക, അല്ലേ? അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആർക്കാ അല്ലാഹു പരീക്ഷണം കൊടുത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. റസൂലുള്ളാഹിയോട് അല്ലാഹുക്ക് സ്നേഹമില്ലെന്ന് പറയാൻ നമ്മളെ കണ്ടോ? അവര് ഹബീബും മെഹബൂബും അല്ലേ? ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉടമകളാണ് എന്റെ പ്രിയമുള്ളവരെ. അവര്
എന്റെ പ്രിയമുള്ള, അതുകൊണ്ട് അവർക്കിടയിൽ വരെ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം സഹിച്ചത് അത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകർക്ക് അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിനോട് അള്ളാഹുവിന്റെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലുമില്ല എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കടങ്ങൾ വന്നു, വല്ലാത്ത പ്രയാസമാണ് എന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് പറയട്ടെ, എന്റെ പ്രിയമുള്ളവരെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അതാ മഹാന്മാരായ സ്വഹാബത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, യുദ്ധത്തിന് ഒരുങ്ങി പോയതല്ലല്ലോ, ഒരിക്കലും തന്നെ യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു പോയതല്ല. പടച്ച റബ്ബേ, ശത്രുപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. അവസാനം ബദറിന്റെ രണാങ്കണത്തിലെ യുദ്ധം പടച്ച റബ്ബേ കൊടുമ്പിന് കൊണ്ട ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഹാബത്തിനോട് അതാ മുനാഫിക്കുകൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും തന്നെ പോകല്ലേ, നിങ്ങൾക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ കഴിയില്ല. കാരണം അവിടുന്ന് ശത്രുപക്ഷം ഒരുപാട് വലുതാണ്, അവരിൽ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കീങ്ങളായ ആളുകൾ വന്നിട്ട് പറയുമ്പോ അതാ അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞിരുന്ന കാര്യം എന്തെന്നറിയോ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അള്ളയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ള മതിയല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ള മതി, ഞങ്ങൾക്ക് ഞങ്ങളെ അല്ല മതി എന്നതാ പടച്ച റബ്ബേ അവിടുന്ന് പറഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സ്വഹാബത്തിന്റെ ചരിത്രമാ നമുക്ക് പറയാനുള്ളത്. സ്വഹാബത്തിന്റെ ചരിത്രമാ നമുക്ക് പറയാനുള്ളത്. അതാ ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചില്ലേ, അല്ലാഹ് മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹ് സഹായിച്ചില്ലേ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിൽ ഒരു സ്വഹാബി കടന്നു വരികയാ. നബി, എന്റെ കയ്യിൽ യുദ്ധം ചെയ്യാനൊന്നുമില്ല, എന്റെ കയ്യിലുണ്ടായിരുന്ന തുരുമ്പിച്ച വാളുണ്ട് നബിയെ, അതങ്ങ് തരിപ്പരമായി പൊട്ടിപ്പോയ റസൂലല്ലാഹ് എന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പടച്ചവനെ സ്വഹാബിയതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ യുദ്ധപ്പറമ്പിൽ വെച്ചിട്ട് ഒരു ഈത്തപ്പനയുടെ മടലെടുത്ത് കൊടുത്തു. പ്രിയമുള്ളവരെ, ആ ഈത്തപ്പന മടലിന്റെ പടച്ച റബ്ബേ അത് കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ അതെടുത്തു കൊണ്ടുപോയി പടച്ചവനെ യുദ്ധം ചെയ്യുകയാണ്, അതെടുത്തു കൊണ്ടുപോയി യുദ്ധം ചെയ്യുകയാണ്. എന്നിട്ടതാ അല്ലാ ആ സ്വഹാബി അതുകൊണ്ട് മരണം വരെ യുദ്ധം ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇതാ എന്റെ പ്രിയമുള്ളവരെ, അല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, എവിടെയാ നമുക്ക് പരാജയമുള്ളത്? എവിടെയാ നമുക്ക് പരാജയമുള്ളത്? ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, അതാ രണ്ടുപേരും അവിടുന്ന് വ്യഭിചാരികളാണെന്ന് പടച്ച റബ്ബേ മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും അവിടുന്ന് പറഞ്ഞിട്ട് പരത്തിയപ്പോ, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ, തന്റെ കുടുംബം മുഴുവനും ഒറ്റപ്പെടുത്തിയപ്പോ, അല്ലാഹുവേ തീരുമാനം അറിയിക്കട്ടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി വരെ കാത്തിരുന്നപ്പോ തന്റെ വീട്ടിനകത്തേക്ക് പടച്ച റബ്ബേ തന്റെ പിതാവ് വന്നിട്ട് കൊണ്ടുപോവുകയാണ് ആയിഷ ബീവിയെ. അതാ ആയിഷ ബീവി കടന്നു ചെല്ലുമ്പോ എല്ലാവരും ആയിഷാനെ കളിയാക്കുകയാണ്, ആയിഷാനെ കളിയാക്കുകയാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു തമ്മിൽ പടച്ച റബ്ബേ രഹസ്യമായ ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോ താങ്ങാൻ കഴിയുമോ പ്രിയമുള്ളവരെ? അവിടെ നിന്ന് താങ്ങാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഈ വല്ലാത്ത കള്ളപ്രചരണം പടച്ചവനെ അറേബ്യൻ സമൂഹം മുഴുവനും പരക്കുകയാണ്, എല്ലാവരും ഏറ്റുപിടിക്കുകയാണല്ലോ.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് തന്റെ വീട്ടിനകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഇരിക്കുകയാ. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് വിളിച്ച വിളി എന്തെന്നറിയോ? ആ തന്റെ വീട്ടിനകത്ത് ഈത്തപ്പന ഓലകളെ കൊണ്ട് മറക്കപ്പെട്ട തന്റെ കുടിലിനകത്തേക്ക് ഇറങ്ങുകയാ. അല്ലാഹ് നമസ്കരിക്കുകയാ. എന്നിട്ട് അവിടുന്ന് വിളിച്ച വിളി ആരെന്നറിയോ? എന്നെ പടച്ച എന്റെ അല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഉമ്മാ ഒരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് കയറെടുത്തിട്ട് തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പടച്ചവനെ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഞരമ്പ് മുറിച്ചിട്ട് മരണത്തിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാടാ കഴിയുന്നത്? നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും അതിന് കഴിയില്ല. നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നിനക്കതിന് കഴിയില്ലല്ലോ മോനെ. നിന്റെ ജീവിതം എടുക്കാൻ അത് അല്ലാഹ്ക്കേ അനുവാദമുള്ളൂ, അത് അല്ലാഹ്ക്കേ അനുവാദമുള്ളൂ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എല്ലാവരും കുറ്റപ്പെടുത്തി, സമൂഹം മുഴുവനും കുറ്റപ്പെടുത്തി, എല്ലാവരും അവിടുന്ന് കളിയാക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചത് ആരെയാണെന്നറിയോ? അവിടുന്ന് വിളിച്ചത് ആരെയാണെന്നറിയോ? ആയിഷ ബീവിയെ പടച്ച റബ്ബുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ അവിടുന്ന് വിളിച്ചത്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് ഉത്തരം നൽകിയല്ലോ, അല്ലാഹ് കൈവിട്ടില്ലല്ലോ, അല്ലാഹ് കൈവിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തേ കാരണമെന്നറിയോ? തന്റെ വാപ്പ അവിടുന്ന് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോ, തന്റെ ഉമ്മയും കഴിയുമ്പോ, ഭർത്താവ് മാറ്റി നിർത്തുമ്പോ, കൂടെ പിറപ്പുകളെ മാറ്റി നിർത്തുമ്പോ, സമൂഹം മുഴുവനും അവിടുന്ന് പടച്ചവനെ അവിടുന്ന് കുറ്റം പറയുമ്പോ, എന്റെ ഉമ്മ അവിടുന്ന് മാറി നിന്ന് നിർത്തിയപ്പോ, അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു. അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു, അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അല്ലാഹ് വിളി കേട്ടു, അല്ലാഹ് ആ കരച്ചിൽ കേട്ടു. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും പരാജയപ്പെട്ടില്ല, ഒരിക്കലും പരാജയപ്പെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് വിജയിച്ചു. ഉത്തരം കൊടുത്തില്ലേ? അള്ളാന്റെ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തില്ലേ? എന്നിട്ട് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിരപരാധിയാണ് എന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ പറഞ്ഞേ, എന്ത് വേദന വന്നാലും നമുക്ക് ചൊല്ലാം ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഏത് പ്രയാസങ്ങളും അവിടുന്ന് പമ്പ കടക്കും. എന്റെ പ്രിയമുള്ളവരെ, ഇതിനുള്ള ഏറ്റവും വലിയ മരുന്നാണത്, ഏറ്റവും വലിയ മരുന്നാണത്. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഇതൊരു ധൈര്യമാണ്, ഈമാൻ മനസ്സിനകത്തേക്ക് വരാനും, ആ ഈമാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും അവിടുന്ന് മാറി നിൽക്കാനും, നമ്മെ തൊട്ട് നമുക്കതൊരു നിസാര കാര്യമായി ഒരു വിഷയമല്ലാതെയായി മാറുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ ഈ ഒരു മാർഗം. മഹാനായ ഹജ്ജാജ്, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി അവിടുന്ന് പിടിച്ചോണ്ട് പോയി. എന്തിനാ പിടിച്ചോണ്ട് പോയത്? ഞാനൊരു പ്രവാചകൻ എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹജ്ജാജ്, അല്ലാഹുവേ, മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, അതാ ഹജ്ജാജ് എന്ന് പറയുന്ന പടച്ചറബ്ബേ ശത്രുവായ ഇസ്ലാമിനെ പടച്ചറബ്ബേ കളിയാക്കാൻ കടന്നു വന്ന ഹജ്ജാജ് എന്ന് പറയുന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അതാ അവിടുന്ന് പറയുകയാ, പടച്ചവനെ, നീ ഒരിക്കലും തന്നെ ഗുണം പിടിക്കില്ലടാ, നീ അല്ലടാ പ്രവാചകന്, ഞങ്ങൾക്ക് പ്രവാചകന് വേറെയുണ്ട്, ഞങ്ങളുടെ പ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പടച്ചവനെ, അതുകൊണ്ട് നീ പ്രവാചകനെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല, ഒരിക്കലും ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്നതാ പടച്ചറബ്ബേ ഹജ്ജാജ് എന്ന് പറയുന്ന പടച്ചറബ്ബേ വല്ലാത്ത അക്രമകാരിയായ ഈ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്
കൊണ്ട് പറയുമ്പോ ഈ ഹജ്ജാജിന് ഒരു പരിപാടിയുണ്ട്. ഒരു കാര്യം അവന് ചെയ്യുന്നത്, അവൻ പറയുന്നത് ആരെങ്കിലും അവിടെ നിന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ തലവെട്ടിയെടുക്കുന്ന സ്വഭാവക്കാരനാണ്. അതാ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി എല്ലാ ജനങ്ങളെയും അവിടെ നിന്ന് തലവെട്ടാൻ വേണ്ടി എടുക്കുന്ന സ്ഥലത്തേക്ക് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. എന്നിട്ടതാ പടച്ചവനെ അവിടെ ഇങ്ങനെ കിടത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തലവെട്ടുമ്പോ അല്ലാഹുവേ, അവിടുന്ന് കലിമ ചൊല്ലി ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടോ അവിടുന്ന് ലോകത്തോട് വിട പറയുകയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. അതാ അവിടുന്ന് പടച്ചവനെ നോക്കുമ്പോ രക്തം ഇങ്ങനെ വല്ലാതെ ഒഴുകുകയാണല്ലോ. അവിടുന്ന് രക്തം വല്ലാതെ ഒഴുകുകയാണ്. പടച്ചവനെ, അവിടുന്ന് ഹജ്ജാജ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി അവിടുന്ന് അത്ഭുതപ്പെടുകയാണല്ലോ. അവിടെ നിന്ന് അത്ഭുതപ്പെടുകയാണല്ലോ. അവിടുന്ന് ചോദിക്കുകയാണ്, എന്തേ ജുബൈറിന്റെ തല നമ്മൾ വെട്ടിയപ്പോൾ ഇത്രത്തോളം രക്തം വരാനുള്ള കാരണമെന്ന് തന്റെ കൂടെയുള്ള വൈദ്യന്മാരോട് ചോദിക്കുമ്പോ അതാ അവരവിടുന്ന് പറയുന്നു, ഹജ്ജാജേ, സാധാരണ ജനങ്ങളെ മുഴുവനും ഇവിടെ കൊണ്ട് വെക്കുമ്പോ തന്നെ ഇവിടത്തെ പ്രദേശത്തിന്റെ ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട്, ഇവിടത്തെ അവസ്ഥ കണ്ടിട്ട്, നിന്റെ ഭീഷണി കേട്ടിട്ട് അവരെല്ലാവരും തന്നെ പടച്ചവനെ മരണപ്പെടാറുണ്ട്. അവരുടനെ തന്നെ മരണപ്പെടാറുണ്ട്. എന്നാ സഈദ് ഇബ്നു ജുബൈർ ഉണ്ടല്ലോ, നീ അങ്ങ് വാളങ്ങ് വെച്ചപ്പോഴാണ് മരിച്ചിട്ടുള്ളത്. ലോകത്തോട് വിട പറഞ്ഞത് അത് ജുബൈറിന്റെ മനസ്സിനകത്തുള്ള ധൈര്യമാണ്. എന്റെ ഉമ്മായി ധൈര്യം കിട്ടിയത് ഹൃദയത്തിൽ അല്ല കയറിയതാണ്. അല്ല എങ്ങാനും കയറിയാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഹൃദയത്തിനകത്ത് അല്ല കയറിയവരെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി ആവേശമായവരെ കുറിച്ചാ പറഞ്ഞത്. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പടച്ചവനെ ഒരിക്കലും തന്നെ ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പേടിയില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ അവർക്ക് പേടിയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. അവർക്ക് പേടി എന്താ? അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ അവർക്ക് ഭയമുള്ളൂ. അവിടുത്തെ നരകവും ഖബറും അതൊക്കെ തന്നെ അവർക്ക് പേടിയുള്ളൂ. അല്ലാതെ ഒന്നും അവർക്ക് പേടിയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുനിയാവിന്റെ മുകളിൽ ആര് തന്നെ എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് പേടിയില്ല. നമുക്ക് ദുനിയാവിൽ ആരൊക്കെ പേടിയുണ്ട്? നമുക്കെല്ലാവരെയും പേടിയാ, അല്ലേ? മുതിർന്ന ആളുകളെ ബഹുമാനിക്കാനാ പറഞ്ഞത്. താഴെയുള്ള ആളുകളെ, ചെറിയ ആളുകളെ സ്നേഹിക്കാനാ പറഞ്ഞത്. അവരെയും പേടിക്കാനല്ല പറഞ്ഞത്. വാപ്പാനി ഉമ്മാനി ബഹുമാനിക്കാനാ പറഞ്ഞത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അനുസരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചിട്ടുള്ളത്. പേടി ആരെയാ? അത് അല്ലാഹുവിനെ. മാപ്പ് പറയേണ്ടത് ആരെയാ? അത് അല്ലാഹുവിനോടാ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതം വിജയിക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ അല്ലാഹനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. ഒരിക്കലും പരാജയപ്പെടേണ്ട. എത്ര വലിയ സങ്കടങ്ങളും എത്ര വലിയ കടങ്ങളും വേദനകളും നമ്മുടെ മുമ്പിലേക്ക് ഉഹുദ് മലയോളം വലുപ്പത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും നമ്മൾ പരാജയപ്പെടില്ല. ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ട. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.